കോടതി പരിസരത്തെ മദ്യപാനത്തിൽ കൊടിസുനിക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഡിജിപി റവാഡ ചന്ദ്രശേഖർ. വീഴ്ചകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ സമഗ്ര അന്വേഷണം നടത്തും. മറ്റ് ജില്ലകളിലെ തിരോധാന കേസുകളും അന്വേഷണ പരിധിയിലുണ്ടെന്നും ഡിജിപി കണ്ണൂരിൽ പറഞ്ഞു. എവിടെ നമുക്ക് വീഴ്ചകൾ കാണുന്നുണ്ടോ അതിന് നമ്മളതിലെ പ്രോപ്പറായിട്ട് നടപടി സ്വീകരിക്കുന്ന ഇന്നത്തെ സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാവുന്നുണ്ട്. ഈ സംഭവം അടക്കം ഞാൻ വന്നത് ഇവിടെ ഞങ്ങൾ ഓഫീസേഴ്സിന് കാണാൻ വേണ്ടിയും അവരുടെ ഇന്ററാക്ഷൻ ചെയ്യാൻ വേണ്ടിയും പൊതു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വന്നതാണ് ഇവിടത്തേക്ക്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. കൊടിസുനിക്കെതിരെ അടക്കം ഒരു ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണോ സൂചനകൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് കൊടിസുനിക്കെതിരെ പരസ്യ മദ്യപാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ ഡിജിപി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കൊടിസുനിക്കെതിരെ കേസ് ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ, ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് പൂർണ്ണമായും ഡിജിപി തള്ളുകയാണ്. നടപടി എടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വീഴ്ചകൾ ഉണ്ടായെന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. നിലവിലിപ്പോ ഈ എസ്കോർട്ട് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള 3 CPOമാർക്കെതിരെ മാത്രമാണ് നടപടി എടുത്തിരിക്കുന്നത്. അവരെ മാത്രമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ചേർത്തല സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തും. മറ്റ് ജില്ലകളിലെ തിരോധാന കേസുകളിലും അന്വേഷണ പരിധിയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനൊപ്പം നമുക്ക് കൂട്ടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 2 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര യോഗം ഇപ്പോൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ കൊടിസുനി അടക്കമുള്ള വിഷയങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് DGP വിളിച്ചിട്ടുള്ള ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട്. സിറ്റി റൂറൽ പരിധിയിലുള്ള മുഴുവൻ DYSP റാങ്കിലുള്ള മുഴുവൻ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരെയും ഈ യോഗത്തിലേക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗം ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. കൊടിസുനിയുടെ എസ്കോർട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ പോലീസ് വലിയ പ്രതിരോധത്തിലായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അടിയന്തര യോഗം വിളിക്കുന്നത്. ഒരുപക്ഷെ ഈ യോഗത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.